സ്വാതിയുണ്ട് വിവരങ്ങൾ നൽകാൻ. സ്വാതി, രണ്ടും കൽപ്പിച്ചാണ് പാകിസ്ഥാൻ എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നു. പെഹൽഗാമിന് പിന്നാലെ കുപ്വാരയിലും ഇന്ന് ഭീകരാക്രമണം ഉണ്ടാകുന്നു. പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ. എന്താണ് രാജ്യത്തിന്റെ പ്രതിരോധം? എന്താണ് ഇപ്പോൾ കശ്മീരിൽ സ്ഥിതി? ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ജമ്മു കാശ്മീരിലടക്കം സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യം തന്നെയാണ്. അതിനിടെയാണ് വീണ്ടും പ്രകോപന പ്രസ്താവനയുമായി പാകിസ്ഥാൻ റെയിൽവേ മന്ത്രി ഹനീഫ് അബ്ബാസി രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്ത്യക്കെതിരെ ആണവ പ്രതികാരം ചെയ്യുമെന്ന് പരസ്യമായ ഒരു പ്രസ്താവനയാണ് അബ്ബാസി നടത്തിയിട്ടുള്ളത്. പാകിസ്ഥാന്റെ കൈവശം 130ഓളം വരുന്ന ആണവ ആയുധങ്ങൾ ഉണ്ടെന്നും അവയെല്ലാം ഇന്ത്യക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിട്ടുള്ളതാണെന്നുമുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ അബ്ബാസി നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പ്രകോപന പ്രസ്താവനകൾ പാകിസ്ഥാന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഈ സിന്ധു നദീജല കരാർ നിർത്തിവെച്ചു കഴിഞ്ഞ് അത് പാകിസ്ഥാന്റെ ജലവിതരണം തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് തയ്യാറാകണമെന്നും അബ്ബാസി പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ വെറും പ്രദർശിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ലെന്നും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കും എന്നുള്ള ഒരു പ്രകോപന പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലടക്കം വിവിധയിടങ്ങളിൽ പാക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും നിരന്തരമായ പ്രകോപനങ്ങൾ പാക് പോസ്റ്റിൽ നിന്നും ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുമ്പോൾ ഒരു നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണത്തിന് തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. മുൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സിന്ധുവിലൂടെ വെള്ളം ഒഴുകിയില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തം ഒഴുകുമെന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പും അതോടൊപ്പം ഒരു പ്രസ്താവനയും നടത്തിയിരുന്നു. ഇതും വലിയ തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. ജമ്മു കാശ്മീരിലെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. വിവിധയിടങ്ങളിൽ പ്രകോപനം ഉണ്ടാകുമ്പോൾ അതിനെ ഏതു തരത്തിലും പ്രതിരോധിക്കാൻ എല്ലാ സൈന്യത്തെ കൂടുതലായി വിന്യസിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധം തന്നെയാണ് ഇന്ത്യ തീർത്തുകൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് കുപ്വാരയിലും ഇന്ന് ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ വീട്ടിനുള്ളിലേക്ക് കടന്നു കയറി വെടിവെച്ചു കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ വീണ്ടും ഭീകരാക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വലിയ ആശങ്കയായി ഇന്ത്യ നോക്കിക്കാണുന്നത്. ശരി, സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രകോപനങ്ങൾ ആവർത്തിക്കുകയാണ് പാകിസ്ഥാൻ. പാക് മന്ത്രി ഹനീഫ് അബ്ബാസി ഇന്ത്യയെ ആണവായുധങ്ങൾ കൈവശമുണ്ട് പാകിസ്ഥാന്, അത് ഇന്ത്യയെ ആക്രമിക്കാനുള്ളതാണ് എന്ന നിലയ്ക്കുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നു. പെഹൽഗാമിന് പിന്നാലെ കുപ്വാരയിലും ഭീകരാക്രമണം ഉണ്ടായി എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. സ്വാതി സന്തോഷ് വിശദമായ വിവരങ്ങൾ നൽകിയത്.